ജസ്റ്റ് ചെയ്ത് അതൊരു രസമുള്ള ഫാമിലി ഡ്രാമ തന്നെയാണ്. വിജയരാഘവന്റെ പെർഫോമൻസിൽ അത് കയറി പോകുന്ന ഒരു പടം. പിന്നെ ദിലീഷ് പോത്തനും ഷാജോണും, അതായത് ഇതുപോലെ തന്നെ ഒരു വലിയ ഫാമിലിക്കകത്തെ ഇന്റേണൽ കോൺഫ്ലിക്ട്സ് ഒക്കെയാണ്. അതിന്റെ വൺ ലൈൻ പറയുകയാണെങ്കിൽ ഭയങ്കര റിച്ച് ആയിട്ടുള്ള പ്ലാന്റ്, പക്ഷെ മക്കളെ സ്ട്രിക്റ്റ് ആയിട്ട് പിടിച്ചു നിർത്തിയേക്കുന്ന. അതിൽ മൂത്തവർ രണ്ടും വെൽ അഫ്ലുവൻ്റ് ആണ്, പോലീസുകാരനും ഒരു സർക്കാർ ഉയർന്ന ഉദ്യോഗസ്ഥനും. പിന്നെ ഇളയവൻ ചെറിയ കറക്കമൊക്കെ ഉള്ളൊരു വലിയ സെറ്റപ്പ് ആകാത്ത ഇളയവൻ പയ്യൻ. ഇവർ തമ്മിൽ പൈസയുടെ വിഷയം ഉണ്ടാവാൻ സാധ്യത എന്നുള്ള, അതായത് ഫാമിലി പ്രശ്നങ്ങൾ ഉണ്ടാവും, പക്ഷെ ഇവർ നല്ല സ്നേഹത്തിലാണ് എന്ന് നിൽക്കുന്നിടത്ത് അവരുടെ ഇടയിലേക്ക് അപ്രതീക്ഷിതമായിട്ടൊരു ട്രാജഡി ഉണ്ടാവുക. ഈ ട്രാജഡിയെ ഇവരെ പല ആംഗിളുകളിൽ ഈ ട്രാജഡിക്ക് പ്രസക്തിയുണ്ട്. ചിലർക്ക് ഈ ട്രാജഡി നടന്നു എന്നറിയത്തില്ല, ചിലർക്ക് ഇതറിയാം, അറിഞ്ഞവർ ഇതിനകത്ത് വേറൊരു ഇത് ഇൻവോൾവ് ആണ്. അപ്പോൾ ഇത് എങ്ങനെ മുന്നോട്ട് പോകുന്നു, ആ കോൺഫ്ലിക്ട്സ് കൂടി വരും. അതിനിടയ്ക്ക് ഫിനാൻഷ്യൽ പ്രശ്നങ്ങളും സൊസൈറ്റിയൽ പ്രഷറും അങ്ങനെ പോകുന്നൊരു പടം. നല്ല പടം, ശരിക്കും നല്ല പടം. പക്ഷേ വളരെ ലൈറ്റ് റൈറ്റിംഗ് ഉള്ളൊരു ഫാമിലി ഡ്രാമ, ഇൻറ്റൻസ് ഫാമിലി ഡ്രാമ. സസ്പെൻസ് ത്രില്ലർ എന്ന് വേണേൽ പറയാം അതിനെ, കുറച്ചുകൂടെ ഫാസ്റ്റ് പേസിങ്ങിൽ റൈറ്റ് ചെയ്താൽ. പക്ഷേ ഇത് ഫാമിലി ഡ്രാമ മോഡിൽ റൈറ്റ് ചെയ്തേക്കുന്നു, ഒഴുകി പോകുന്ന ഒരു ചെറിയ ഡ്രാമ പടം. നല്ല രസമുള്ളൊരു പടമാണ്. അത് OTT വരുമ്പോൾ ആൾക്കാർ ചിലപ്പോൾ നല്ല ഭയങ്കര റിവ്യൂ പറയാൻ സാധ്യതയുള്ള പടം.